ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം തിരുലിഖിതം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ ദർശിക്കുകയില്ല, അവൻ്റെ മേൽ ദൈവകോപം ഇരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ വചനങ്ങളാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം തിരുലിഖിതം. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവവചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ നിത്യനാശത്തിൽ നിന്നും നിത്യാഗ്നിയുടെ ബന്ധനത്തിൽ നിന്നും ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന നിമിഷങ്ങളാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, വരൾച്ചയും ചൂടും ഹിമജലത്തെ എന്നതുപോലെ പാപിയെ പാതാളം തട്ടിക്കൊണ്ടുപോകുന്നു. ഇതുപോലെ പാതാളത്തിൻ്റെ പാതയിലേക്ക് പാപം ബന്ധിച്ചിട്ടിരിക്കുന്ന അനേകം ആത്മാക്കളെ, അനേകം കുടുംബങ്ങളെ ഇന്ന് ഈ നിമിഷം കർത്താവ് തൻ്റെ പരിശുദ്ധമായ ചൈതന്യത്താൽ അത്ഭുതകരമായി വിടുവിക്കുന്ന നിമിഷമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ വചന ശുശ്രൂഷ നിമിഷങ്ങളിൽ വലിയ വിടുതലുകളും അഭിഷേകങ്ങളും കർത്താവ് ചൊരിഞ്ഞിട്ടുണ്ട്. രോഗികൾക്ക് അവിടുന്ന് സൗഖ്യം പകർന്നിട്ടുണ്ട്, കെട്ടുകളിരുന്നവർ അവിടുന്ന് വിടുവിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ലില്ലി, വീട് മൂവാറ്റുപുഴയ്ക്കടുത്ത് പെരുമ്പല്ലൂരാണ്. ഞാൻ സ്ഥിരമായി TV-യിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എനിക്ക് കിട്ടിയ ഒരു വലിയ ദൈവിക ഇടപെടലാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. 10-15 വർഷത്തിലധികമായി എനിക്ക് അലർജി രോഗത്തിൻ്റെ വലിയ ഒരു പീഡയുണ്ടായിരുന്നു. തണുപ്പ്, പൊടി, മറ്റു ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇവയിലൂടെ കടന്നുപോയാൽ വല്ലാത്ത തുമ്മലും മൂക്കൊലിപ്പുമായിരുന്നു. അതോടൊപ്പം മൂക്കിലും കണ്ണിലും ധാരാളം വെള്ളം ഒഴുകുകയും ചെയ്യും. വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. മരുന്ന് കഴിച്ചാൽ ഒരാശ്വാസവുമില്ല. ഇതുമൂലം ഞാൻ 10-15 വർഷമായി ദുരിതം അനുഭവിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് TV-യിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ 2010 മെയ് മാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. അന്ന് തൊട്ട് ഇന്നു വരെ അലർജി രോഗത്തിൻ്റെ ഒരു ചെറിയ ശല്യം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 6 മാസത്തിലധികമായി ഇന്ന് ഞാൻ സൗഖ്യത്തിൻ്റെ ആനന്ദത്തിൽ ആറാടുകയാണ്. ഹല്ലേലൂയ. നോക്കുക, പെരുമ്പല്ലൂർ തേക്കുംകാട്ടിൽ ലില്ലി പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് എഴുതി അറിയിക്കുകയാണ്, 6 മാസമായി ഇന്ന് ആനന്ദത്തിൻ്റെ ആറാട്ടത്തിലാണ്. വലിയ അഭിഷേക സന്തോഷമാണ്. കാരണം 10-15 വർഷമായി ആ സഹോദരിയായിട്ട് ഞെരുക്കിയിരുന്ന ആ രോഗത്തിൻ്റെ പീഡയെ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് വിടുവിച്ച് ആ തിന്മയുടെ കെട്ടുകൾ അഴിച്ച് മോചിപ്പിച്ചു. ഹല്ലേലൂയ. പാപത്തിൻ്റെ കെട്ടുകൾ നഴിക്കുന്ന, രോഗത്തിൻ്റെ കെട്ടുകൾ നഴിക്കുന്ന, ശാപത്തിൻ്റെ കെട്ടുകൾ നഴിക്കുന്ന, പാരമ്പര്യ ബന്ധനത്തിൻ്റെ കെട്ടുകൾ നഴിക്കുന്ന അത്ഭുതത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ നിമിഷങ്ങളിൽ ഹൃദയം നുറുങ്ങി കണ്ണുനീരൊഴുക്കി കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകളും സമർപ്പിച്ച് രക്ഷയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ജനലക്ഷങ്ങളുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ കരുണ അത്ഭുതകരമായി വർഷിക്കും.
സ്പർശിക്കണമേ കർത്താവേ. ഈ ദൈവമക്കളെ കാലങ്ങളായി കെട്ടിയിരിക്കുന്ന രോഗത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. രോഗങ്ങളെ, രോഗപീഠകളെ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. ഈ ദൈവമക്കളിൽ നിന്നും ഇവരുടെ ശരീരങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കാലങ്ങളായി ഈ ദൈവമക്കളെ പീഡിപ്പിച്ച് അടിമപ്പെടുത്തി സാത്താൻ തൻ്റെ ഇഷ്ടം നിറവേറ്റാൻ കെട്ടിയിട്ടിരിക്കുന്ന ഈ ദൈവമക്കളിൽ നിന്ന് പാപത്തിൻ്റെയും തഴക്കദോഷത്തിൻ്റെയും ദുശീലത്തിൻ്റെയും ആധിപത്യങ്ങളെയും അരൂപികളെയും നസ്രായന്റെ നാമത്തിൽ ശാസിക്കുന്നു. തഴക്കദോഷത്തിൻ്റെയും പാപത്തിൻ്റെയും ആധിപത്യങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഓ ദൈവമേ, കുടുംബ കലഹം, സമാധാനം ഇല്ലായ്മ, എത്ര അധ്വാനിച്ചാലും ഒരു മേൽഗതി കിട്ടാത്ത വിധം തകർന്നുകൊണ്ടിരിക്കുന്നവർ, കണ്ണുനീരിൽ കുതിർന്നവർ, ബിസിനസ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, എത്ര നോക്കിയിട്ടും ഒരു കാര്യത്തിലും ഒരു വിധത്തിലും ജോലി ലഭിക്കാതിരിക്കുന്നവർ, പഠിക്കാൻ പറ്റാതിരിക്കുന്നവർ, എത്ര നോക്കിയിട്ടും ഓർമ്മ കിട്ടാത്ത കുട്ടികൾ, ഇങ്ങനെയുള്ള ഓരോരുത്തരുടെ മേലും ഇപ്പോൾ അത്യുന്നതമായൊരു ശക്തി ആവസിക്കട്ടെ കർത്താവേ. ബുദ്ധി തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ നിന്ന് കലഹത്തിൻ്റെയും വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ആധിപത്യങ്ങൾ നസ്രയനായ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവമേ സ്വീകരിക്കാൻ പറ്റാത്ത വിധം ഹൃദയം അടഞ്ഞുപോയ ഓരോരുത്തരിൽ നിന്ന് ദൈവവചനത്തോട് മല്ലടിക്കുന്ന എല്ലാ അരുവികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഉന്നതമായ ചൈതന്യം, ദൈവവചനത്തിൻ്റെ അഭിഷേകം, പ്രാർത്ഥനയുടെ അഭിഷേകം, കൃപയുടെ അഭിഷേകം നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ പാപവും ശിക്ഷയെ വിളിച്ചു വരുത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം, പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പാപപ്രവൃത്തിക്കും അതിന് ശക്തിയുണ്ട്. ഞാനും നിങ്ങളും നന്മ ചെയ്താൽ അതിന് ദൈവികമായൊരു ശക്തിയുണ്ട്. ഞാനും നിങ്ങളും പാപപ്രവൃത്തികൾ ചെയ്താൽ അതിന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നശിപ്പിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. റോമാലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 29-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് മക്കളെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ സോദോം പോലെ ആയിത്തീരുമായിരുന്നു, ഗൊമോറായ്ക്ക് സദൃശമാവുകയും ചെയ്യുമായിരുന്നു. ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാനും നിങ്ങൾ ഓരോ പാപങ്ങൾ ചെയ്യുമ്പോൾ ആ ദേശത്ത് പാപത്തിൻ്റെ സഞ്ചയം, പാപത്തിൻ്റെ ആ ഒരു നിക്ഷേപം വർദ്ധിച്ചു വരികയാണ്. പാപം ഒരു നിശ്ചിത പരിധിയിൽ കൂടുമ്പോൾ ദൈവവചനം പഠിപ്പിക്കുകയാണ്, സൊദോം ഗൊമോറ പട്ടണങ്ങളെ പോലെ ആ ദേശം അഗ്നിയും ഗന്ധവും ഇറക്കി ദഹിപ്പിക്കപ്പെടും, നശിപ്പിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം എന്നിട്ട് പഠിപ്പിക്കുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നമുക്ക് മക്കളെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവവിചാരവും പ്രാർത്ഥനയും വിശുദ്ധിയും ദൈവാരാധനയും നീതിബോധമുള്ള മക്കള് കുറച്ച് പേരെങ്കിലും ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ ഞാനും നിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങൾ സോദോം ഗൊമോറ പട്ടണങ്ങളെ പോലെ അഗ്നിക്കരയായി വെണ്ണീറായി പോകാതിരിക്കുന്നതെന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ പാപത്തിനും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മേലും എനിക്കും നിങ്ങൾക്കുമുള്ള സകല വസ്തുക്കളുടെ മേലും ഒരു പ്രത്യേക അധികാരമുണ്ട് എന്ന് തിരുലിഖിതം വെളിപ്പെടുത്തി തരികയാണ്. ആ അധികാരമാകട്ടെ ശിക്ഷിക്കുന്നതിനുള്ള അധികാരമാണ്. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരച്ഛനുണ്ട്. അച്ഛൻ്റെ പേരാണ് ബോബി അച്ഛൻ. ബോബി അച്ഛൻ വളരെ തീക്ഷ്ണമായി വചനപ്രഘോഷണ ശുശ്രൂഷകളും ധ്യാന ശുശ്രൂഷകളും ചെയ്യുന്ന അച്ഛനാണ്. അച്ഛൻ പറയുകയാണ്, അച്ഛൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി, വചനപ്രഘോഷണത്തിന് വേണ്ടി, കൺവെൻഷൻ ശുശ്രൂഷകൾക്ക് വേണ്ടി സ്റ്റേജിലേക്ക് കയറുമ്പോൾ മുതൽ മൂക്ക് വല്ലാത്ത കടിയാണ്. മൂക്ക് കടിച്ചിട്ട് ഒരു നിവൃത്തിയില്ല. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെ അച്ഛനത് വലിയ വിഷമമായി. അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, അച്ഛനിങ്ങനെ മൂക്കിട്ട് തിരുമണത് വളരെ ഓക്വേർഡായിട്ടുണ്ട്. ടി വിയിൽ അച്ഛനത് നോക്കിയപ്പോൾ അച്ഛനെന്നെ കാര്യം മനസ്സിലായി. അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ അച്ഛൻ തന്നെ കാസറ്റ് ഇട്ട് കണ്ടപ്പോൾ വളരെ വൃത്തികേടായിട്ടുണ്ട്. കാരണം അച്ഛൻ മൂക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയായിട്ട് തിരുമുകയാണ്. അപ്പോൾ അച്ഛന് വലിയ വിഷമം. അച്ഛനത് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ ആ ശുശ്രൂഷയുടെ സമയത്ത് തടസ്സങ്ങൾ മാറട്ടെ, ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച്. എന്നിട്ടത് മാറുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ആസാമിലുള്ള ഒരു ബിഷപ്പ് ഹൗസിൽ ഒരു മാസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിയിലിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ബിഷപ്പിൻ്റെ സെക്രട്ടറി അച്ഛൻ ഒരു കാസറ്റ്, വചനപ്രഘോഷത്തിൻ്റെ കാസറ്റ്, സെഗ്യോനിൽ നിന്നുള്ള വചനപ്രഘോഷത്തിൻ്റെ ഒരു കാസറ്റ് ഇട്ട് കാണുകയാണ്. അച്ഛനെയും കാണാൻ ക്ഷണിച്ചു. അങ്ങനെ അന്ന് കാസറ്റ് കണ്ടപ്പോൾ അന്നത്തെ വിഷയം എങ്ങനെയാണ്? സുഭാഷിതങ്ങൾ 9:12, പരിഹസിക്കരുത്, പരിഹസിച്ചാൽ അത് നീ ഏൽക്കേണ്ടി വരും എന്ന വചനമാണ്. ഇത് കേട്ടപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ പ്രത്യേക ഒരു അനുതാപത്തിൻ്റെ അഭിഷേകം നിറഞ്ഞു. പിന്നീട് മുഴുവൻ ദിവസം അച്ഛനെ ആരാധനയ്ക്ക് ഇരിക്കുന്നതാണ് അച്ഛൻ്റെ പ്രാർത്ഥനാ രീതി. അങ്ങനെ ആരാധനയ്ക്ക് ഇരുന്നപ്പോൾ ഇതാ കർത്താവ് ഒരു രംഗം കാണിച്ചു കൊടുത്തു. അച്ഛൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടം, ഏതാണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ സ്കൂളിലെ ഏറ്റവും മുൻനിരയിൽ, ക്ലാസ്സിലെ ഏറ്റവും മുൻനിരയിലെ ബെഞ്ചിലാണ് ഇരുന്നിരുന്നത്. അന്ന് ആ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നൊരു മാഷുണ്ട്, പുഷ്പാങ്കദൻ മാഷ്. ആ മാഷ് സംസാരിക്കുമ്പോൾ ധാരാളം തുപ്പലുകൾ വായിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ചിലപ്പോഴൊക്കെ മുൻനിരയിലിരിക്കുന്ന കുട്ടികളുടെ കൈകളിൽ അത് ഇത്തിരി വീഴാറുണ്ടായിരുന്നു. ഒരു ദിവസം മാഷ് എന്തോ ഒരു കാര്യം ഫോഴ്സിൽ പറഞ്ഞപ്പോൾ ഒരു കട്ടത്തുപ്പൽ കയ്യിലേക്ക് വീണു. അത് നമ്മുടെ ബോബി അച്ഛൻ്റെ കയ്യിലേക്കാണ് വീണത്. ബോബി അച്ഛൻ അന്ന് കുട്ടിയാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അച്ഛൻ്റെ ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു കട്ടത്തുപ്പൽ വീണ്. സാർ അങ്ങോട്ട് നടന്നു പോയപ്പോൾ ബോബി ഇത് പുറകോട്ട് ഇങ്ങനെ പൊക്കി കാണിച്ച് എല്ലാവരും കൂടെ കൂട്ടച്ചിരി. ഉടനെ സാറ് തിരിച്ചു വന്ന് സാറ് ചോദിച്ചു എന്താ വിഷയം? അപ്പോൾ ബോബി ഈ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്ത്, അപ്പോൾ ഒരു കട്ടത്തുപ്പൽ കയ്യിലിരിക്കുന്നു. സാറിൻ്റെ മുഖം വിവരണമായി. സാറിന് ആകെ ഒരു എളിപ്പിതയായി. സാറ് സോറി എന്ന് പറഞ്ഞ് വേഗം കൈ അങ്ങോട്ട് തിരുമ്മി. അപ്പോൾ ആ തുപ്പൽ മൊത്തം കയ്യിലങ്ങോട്ട് പരന്നു. എന്തായാലും ശരി, ഇൻ്റർവെൽ വിട്ടുന്ന സമയത്ത് സാറ് പോയി. ഇൻ്റർവെൽ വിട്ട സമയത്ത് ബോബി എന്ന് പറഞ്ഞ കുട്ടി ഈ കൈ ഇങ്ങനെ മൂക്കത്ത് കൊണ്ടുവരും എന്ന് കാണിക്കും. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ സാറിനെ പരിഹസിക്കാനും ആ സംഭവത്തെ ഓർത്ത് ആ സംഭവത്തിനെ ആസ്പദമാക്കി സാറിനെ കുറിച്ച് പരിഹാസവും ചിരിയും പൊട്ടിച്ചിരിയും ഒക്കെ ഉണർത്താൻ ഇടവരുത്തി. അത് 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് ചെയ്തിരുന്നതാണ്. ഇങ്ങനെ കൈ ഇങ്ങനെ മൂക്കത്ത് കൊണ്ടുവരും, ഇങ്ങനെ ആക്കും എന്ന് പറയും, ചിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും ശരി, അത് കഴിഞ്ഞിട്ടും ബോബി അത് മറന്നു. അച്ഛൻ സാറിനോട് നേരിട്ടൊന്നും പറയാൻ പോയിട്ടില്ല. പിന്നീട് പഠിച്ച് കുറേ കാലം കഴിഞ്ഞ് വൈദികനായി. അതിനുശേഷം ആത്മീയ ശുശ്രൂഷ രംഗത്തേക്ക് വന്നു. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ അത് കുമ്പസാരത്തിൽ ഏറ്റു പറയാൻ ബോബിക്ക് തോന്നുന്നു. കാരണം അതൊരു വലിയ പാപമായിട്ട് അന്ന് ചിന്തിച്ചിട്ടില്ല. എന്നാൽ ആരാധനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ആ രംഗങ്ങളെല്ലാം അച്ഛന് വെളിപ്പെടുത്തി കൊടുത്തു. അതിനെക്കുറിച്ച് അച്ഛന് വലിയ അനുതാപം നിറഞ്ഞു. ഗുരുബോധനെ പരിഹാസപൂർവ്വം ചിന്തിച്ചതും മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസിതനാക്കിയതും, അങ്ങനെ ആ ഒരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പരിഹാസപൂർവ്വം ഇടപെട്ടതിനെക്കുറിച്ചെല്ലാം അച്ഛൻ അനുതാപം കൊണ്ട് നിറഞ്ഞു. അച്ഛൻ പോയി പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബോബി അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ആ പാപത്തെക്കുറിച്ച് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് കുമ്പസാരം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ മൂക്ക് കടിക്കുന്ന ആ ഒരു അവസ്ഥ മാറിപ്പോയി. അതിനു മുമ്പ് വരെ അച്ഛൻ എത്രമാത്രം മുൻകരുതലെടുത്താലും ഇന്ന് ശുശ്രൂഷയുടെ സമയത്ത് മൂക്കിങ്ങനെ തിരുമണ്ട എന്ന് 100% തീരുമാനം എടുത്ത് പ്രിക്കോഷൻ എടുത്ത് ബോധപൂർവം നിന്നാലും തക്ക സമയം വരുമ്പം മൂക്കുകടി ആരംഭിക്കും. ഇങ്ങനെ മൂക്കിട്ട് തിരുമാതെ നിവൃത്തിയില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയ പാപത്തെക്കുറിച്ച് അനുതപിച്ച് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ആ പാപം തൻ്റെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി കഴുകിക്കളഞ്ഞപ്പോൾ ആ അച്ഛൻ്റെ ജീവിതത്തിൽ പരിപൂർണമായി ആ ഒരു പീഡയിൽ നിന്ന് വിടുതൽ കിട്ടി. ഈ കാര്യം അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 16-ാം വാക്യം വെളിപ്പെട്ടത്. ജ്ഞാനം 11:16 പഠിപ്പിക്കുകയാണ്, പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ ഗ്രഹിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഗ്രഹിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ അനുവദിച്ചത്. ഹല്ലേലൂയ. The instrument of sin becomes the instrument of punishment.
പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ ശിക്ഷയ്ക്കുള്ള വസ്തുക്കളായി ഇന്നല്ലെങ്കിൽ നാളെ രൂപാന്തരപ്പെടുമെന്ന് തന്നെയാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനുകൂലമായ അന്തരീക്ഷമാണ്, ഇന്ന് നിയമം അനുകൂലമാണ്, ഇന്ന് നാട്ടുകാർ അനുകൂലമാണ്, വീട്ടുകാർ അനുകൂലമാണ്, എല്ലാം അനുകൂലമാണെന്ന് വിചാരിച്ച് ഇന്ന് ഞാനും നിങ്ങൾ എഴുതപ്പെട്ട വചനത്തെ മറന്ന് തന്നിഷ്ടപ്രകാരം പാപത്തിന്റെ വഴിയെ അറബാധിച്ച് പോകരുത് എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. പാപം ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ സംഭവിക്കുന്ന സംഗതിയാണ്, എന്ത് കാര്യത്തിലൂടെയാണ് നമ്മൾ പാപം ചെയ്തത് അത് എൻ്റെയും നിങ്ങളുടെയും ശിക്ഷകനായി രൂപാന്തരപ്പെടും. അടുത്തൊരു മേഖല, പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു വലിയൊരു തകർച്ചയാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാൻ ധാരാളം ശത്രുക്കളെ ഉയർത്താൻ തുടങ്ങും. അത് ജോബിന്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്. ജോബിന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 27-ഉം 28-ഉം തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്, നീ പാപം ചെയ്യുമ്പോൾ ഈ ആകാശത്തെയും ഈ ഭൂമിയെയും നിന്റെ ശത്രുവാക്കി നീ രൂപാന്തരപ്പെടുത്തുകയാണ്. പാപം ചെയ്യുമ്പോൾ പാപം ചെയ്യുന്ന വസ്തുക്കൾ മാത്രമല്ല നമ്മുടെ ശിക്ഷകനായി മാറുന്നത്, ഈ ആകാശവും ഈ ഭൂമിയും എൻ്റെ ശിക്ഷകനായി മാറുകയാണ്. അതാണ് ജോബിന്റെ പുസ്തകം 20-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ. അത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആകാശം അവൻ്റെ അനീതികളെ വെളിപ്പെടുത്തും, ഭൂമി അവനെതിരെ ഉയരും, അവൻ്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും, ദൈവകോപത്തിൻ്റെ ദിനത്തിൽ അവയെല്ലാം പോയി പോകും. ഞാനും നിങ്ങളും പാപം ചെയ്ത് അതിനെക്കുറിച്ച് തെല്ലും അനുതാപമില്ലാതെ തന്നെ ന്യായീകരിച്ച് നടക്കുന്ന ഒരു പ്രവണതയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആകാശം അവനെതിരെ ഉയരും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പാപം ഉണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ പരിണത ഫലമായ വേദന എനിക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി ആകാശം എനിക്ക് എതിരായി മാറും. എൻ്റെ എതിരാളിയായി, എൻ്റെ ഒരു ശത്രുവായി ആകാശവും പ്രപഞ്ചവും രൂപാന്തരപ്പെടും. ബൈബിൾ പഠിപ്പിക്കുകയാണ്, ഭൂമി അവനെതിരെ ഉയരും. ഈ ഭൂമിയും ആകാശവും ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. എനിക്ക് എൻ്റെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളായ ഈ ആകാശവും ഈ ഭൂമിയും എൻ്റെ ശത്രുക്കളായി മാറും. ഭൂമി എനിക്കെതിരായി ഉയരും. ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ വിത്ത് വിതയ്ക്കുമ്പോൾ മഴയാണ് കിട്ടുന്നതെങ്കിൽ അന്ന് നല്ല പൊരി വെയിലുണ്ടാവും. ഞാൻ വിളവെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ വിളഞ്ഞു കിടക്കുന്ന വയലിൽ വിളവെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നല്ല വെയിലാണ് ആവശ്യമെങ്കിൽ തോരാ മഴ പെയ്യും. അങ്ങനെ ഈ ആകാശവും ഈ ഭൂമിയിലും അതിൻ്റെ ശത്രുത നിമിത്തം ഞാനും നിങ്ങളും നട്ടം തിരിയും എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ഈ ആകാശവും ഭൂമിയും ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. അതാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശത്രുവായി രൂപാന്തരപ്പെടുന്നത്. ഹല്ലേലൂയ. വീണ്ടും ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ നിങ്ങൾ പാപം ചെയ്താൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെയും നിങ്ങളുടെയും ചുറ്റുവട്ടത്തുള്ള സകല സംഗതികളും എനിക്ക് നിങ്ങൾക്ക് എതിരായി മാറും. നമ്മൾ വായിക്കുന്നത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങൾ. അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം. പല ജനതകളെയും നശിപ്പിച്ച് നീ നിന്റെ ഭവനത്തിന് അപമാനം വരുത്തിവെച്ചു. നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി. ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും. രക്തം കൊണ്ട് നഗരം പണിയുകയും അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് ഹാ കഷ്ടം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഭിത്തിയിൽ നിന്ന് കല്ല് അവനെതിരായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. മേൽക്കൂരയിൽ നിന്ന് തുലാം അവനെതിരായിട്ട് ഉത്തരം പറയാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള സകല കാര്യങ്ങളും എനിക്കും നിങ്ങൾക്കും ഒരു ശത്രുവായി രൂപാന്തരപ്പെടും. എന്തിന്? ഭിത്തിയിൽ വെച്ചിരിക്കുന്ന കല്ല് പോലും, മേൽക്കൂരയിൽ വെച്ചിരിക്കുന്ന തുലാം പോലും എല്ലാം എനിക്കെതിരെ ഉയരുമെന്നല്ലേ തിരുലിഖിതം പഠിപ്പിക്കുന്നത്. വേറൊരു വാക്കിൽ, ഞാനും നിങ്ങൾ പാപം ചെയ്യുമ്പോൾ ആകാശവും ഭൂമിയും കല്ലും ഭിത്തിയും ആ മേൽക്കൂരകളും എൻ്റെ ചുറ്റിനുമുള്ള ഈ പ്രപഞ്ചത്തിലെ ഓരോ മണൽത്തരി പോലും എൻ്റെ എതിരാളിയായി, എൻ്റെ ശത്രുവായി ഈ ലോകത്തിൽ രൂപാന്തരപ്പെടുകയാണ് എന്ന് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. മകനെ, മകളെ, എന്തുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല,
ഇങ്ങനെ ഞാൻ നിങ്ങൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിന്റെ പ്രവാഹം കട്ടാവുകയും ദൈവക്രോധത്തിലേക്ക് എൻ്റെ നിങ്ങളുടെ ജീവിതം നീങ്ങുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ പഠിപ്പിക്കുകയാണ്. അതാണ് റോമാലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 29-ാം തിരുലിഖിതം. സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് മക്കളെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ സോദോം പോലെ ആയിത്തീരുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശമാവുകയും ചെയ്യുമായിരുന്നു. എന്താ സൊദോം ഗൊമോറ പട്ടണങ്ങളുടെ പ്രത്യേകത? അവിടെ ജനങ്ങള് നിയമവുമില്ല, നിയന്ത്രണമില്ല, വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ടെന്ന് വിധി സംസാരിക്കുകയും അവനവന് തോന്നിയതെല്ലാം ചെയ്യുകയും ചെയ്ത പട്ടണമാണ് സോദോം ഗൊമോറ പട്ടണം. അങ്ങനെയുള്ള പട്ടണത്തിനെ കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? അവരുടെ പാപനിമിത്തം ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ പാപങ്ങളുടെ മുറവിളി ഗുരുതരമായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ പാപങ്ങളെല്ലാം കൂടെ നിലവിളിച്ചപ്പോൾ ഇതാ അത്യുന്നതങ്ങളിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഇവർക്കെതിരെ കോപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ക്രോധം ഇവർക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ടു. ആ സോദോം പട്ടണവും ഗൊമോറ പട്ടണവും അഗ്നിക്കരയാക്കപ്പെട്ടു, ചാമ്പലാക്കപ്പെട്ടു, അത് വെണ്ണീറാക്കപ്പെട്ടു, അത് ചാവുകടലായി മാറത്തക്ക വിധം അതിന്റെ മേൽ കോപത്തിന്റെ അഗ്നി എരിഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ മേൽ കോപത്തിന്റെ അഗ്നി എറിഞ്ഞു, അവിടുന്ന് പുക ഉയർന്നു, അത് ചാമ്പലായി, അത് ചാവുകടലാകത്തക്ക വിധം ഒരു ദ്രാവകമാകുന്നത് വരെ അതിന്റെ മേൽ കോപാഗ്നി കത്തിജ്വലിച്ചു. എന്നിട്ട് ഈ ഒരു സംഭവത്തെ അനുസ്മരിപ്പിച്ചിട്ട് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നമുക്ക് മക്കളെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നാം സോദോമിന് തുല്യമാകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശമായി തീരുമായിരുന്നു. വലിയ ദൈവകോപം നമ്മുടെ മേൽ ഉണ്ടാകുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം എന്ന് പറയുന്നത് നിസ്സാരമായൊരു സംഗതിയല്ല. അത് എൻ്റെ മേൽ മാത്രമല്ല, ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ മേലും, ഞാൻ കൃഷി ചെയ്യുന്ന എൻ്റെ കൃഷിയിടത്തിൻ്റെ മേലും, ഞാൻ വസിക്കുന്ന എൻ്റെ പട്ടണത്തിൻ്റെ മേലും നാശം വിളിച്ചു വരുത്തും എന്നല്ലേ തിരുലിഖിതം പഠിപ്പിക്കുന്നത്. സൊദോം ഗൊമോറയ്ക്ക് പട്ടണം സദൃശ്യമാകുന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ വസിക്കുന്ന എൻ്റെ വീടിൻ്റെ മേലും, എൻ്റെ കൃഷിയിടത്തിൻ്റെ മേലും, എൻ്റെ വീടും എൻ്റെ കൃഷിയുടെ ഇരിക്കുന്ന പട്ടണത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കോപാഗ്നിയെ വർഷിക്കാൻ തക്കവണ്ണം, ക്രോധത്തെ വിളിച്ചു വരുത്താൻ തക്കവണ്ണം ആ പാപത്തിന് ദൈവസന്നിധിയിൽ ശക്തിയുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുറ്റുമുള്ളതെല്ലാം നമുക്ക് എതിരായി തീരുന്നു മാത്രമല്ല, ഞാൻ വസിക്കുന്ന ദേശം പോലും നശിപ്പിക്കപ്പെടാൻ തക്കവണ്ണം നാശത്തെ വിളിച്ചു വരുത്തുന്ന പ്രതിഭാസമാണ് തിന്മ എന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 8-ാം വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നത്, പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം, ലഘു ശിക്ഷകളുടെ താക്കീത് ഗവനിക്കാത്തവർ ദൈവം നൽകുന്ന അർഹമായ ശിക്ഷയെ ചെന്ന് നിബന്ധിക്കും. ലഘു ശിക്ഷകളുടെ താക്കീത് ഗവനിക്കാത്തവർ ദൈവം നൽകുന്ന അർഹമായ ശിക്ഷയിൽ നിബന്ധിക്കും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ദൈവമായ കർത്താവിന്റെ സന്നിധി ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, യെശയ്യാ പ്രവചനത്തിൽ 64-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ ജീർണ വസ്ത്രം പോലെയും ആകുന്നു. ഇല പോലെ ഞങ്ങൾ കൊഴിഞ്ഞു പോകുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. ഇലയെന്ന പോലെ ഞങ്ങൾ കൊഴിഞ്ഞു പോകുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ മേനി പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ, മേന്മ ഭാവിക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ എളിമപ്പെടുമ്പോൾ, ഞങ്ങളുടെ ഹൃദയങ്ങൾ വിനീതമാകുമ്പോൾ, അനുതാപമുള്ള ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും അവിടുന്ന് കടാക്ഷിക്കുമെന്ന് യെശയ്യാ പ്രവചനത്തിൽ വാക്ക് നൽകിയിട്ടുണ്ടല്ലോ. ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ അനുതാപത്തോടും വിനയഹൃദയത്തോടും കൂടെ വ്യാപരിക്കാൻ അനുതാപത്തിന്റെ ആത്മാവിനെ നിറയ്ക്കണമേ, എളിമയുടെ ആത്മാവിനെ നിറയ്ക്കണമേ, തിരിച്ചറിവിന്റെ ആത്മാവിനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും താൻപോരിമഭാവത്തിന്റെയും അരൂപികൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹൃദയ കാഠിന്യത്തിന്റെ മേഖലകളിൽ ദൈവമക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അരൂപികളെയും ശക്തികളെയും ആധിപത്യങ്ങളെയും നസറായ നാമത്തിൽ ശാസിക്കുന്നു. ഹൃദയ കാഠിന്യ അരൂപികൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിലേക്ക് ആത്മാഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം, പ്രാർത്ഥനയുടെ, അനുതാപത്തിന്റെ, എളിമയുടെ, ഹൃദയത്തുറയുടെ ഉന്നതമായ അഭിഷേകങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus. ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുലിഖിതം. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. രണ്ട് കരങ്ങളും ദിവ്യരക്ഷിതാവായ യേശുക്രിസ്തുവിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഓരോരുത്തരുടെ വേദനകളിലേക്ക് യേശുവിനെ വിളിക്കുകയാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടുന്ന് എൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, രോഗികളുടെ മേൽ ഉന്നതമായ ഒരു അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ കർത്താവേ. തകർന്ന കുടുംബങ്ങളുടെ മേൽ, തകർച്ചയുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് തകർച്ചയുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഈ നിമിഷങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ത്വക്ക് രോഗത്തിൽ പീഡ അനുഭവിക്കുന്നവരിൽ നിന്ന് ത്വക്ക് രോഗത്തിന്റെ കെട്ടുകൾ യേശുനാമത്തിൽ അഴിയട്ടെ. ക്യാൻസർ രോഗികളിലേക്ക് യേശുവിന്റെ നാമശക്തി മിന്നൽ പിണര് പോലെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ